ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പലർക്കുമുള്ള ഒരു ഡൗട്ടാണ് ഏത് ലെൻസാണ് പർച്ചേസ് ചെയ്യേണ്ടത് എന്ന്. ഇന്ന് നമ്മൾ നോക്കുന്നത് EFS 10-18mm എന്ന കാനോണിൻ്റെ ഈ ഒരു ലെൻസിൻ്റെ അൺബോക്സിംഗ് ആണ്. ആർക്കാണ് ഈ ഒരു ലെൻസ് കൂടുതൽ പ്രയോജനപ്പെടുക, അതുപോലെ ഇതിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്, ഇതെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ആദ്യമായി ഈ ലെൻസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത്ര ഓവർ പ്രൈസ്ഡ് അല്ലാത്ത ഒരു ലെൻസാണിത്. ഏകദേശം 20,000 രൂപയെല്ലാമാണ് ഈ ഒരു ലെൻസിൻ്റെ പ്രൈസ്. നിങ്ങൾ വ്ളോഗിംഗ് എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ വ്ളോഗിംഗ് എല്ലാം ചെയ്യുന്നവർക്ക് വളരെ നല്ല ഒരു ലെൻസാണിത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം, ഇത് ഒരു വൈഡ് ആംഗിൾ ലെൻസാണ്. ഇതിനേക്കാൾ ബെറ്ററായ ഒരു ചോയ്സാണ് കാനോണിൻ്റെ തന്നെ EFS 10-22mm ലെൻസ്. എന്നാൽ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അതിനാൽ തന്നെ അത്രയും പ്രൈസ് ഒന്നും ചിലവാക്കാനില്ല എങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്ന നല്ലൊരു ലെൻസാണ് 10-18mm ലെൻസ്. ലാൻഡ്സ്കേപ്പ് ഫോട്ടോസ് എല്ലാം എടുക്കുന്നതിന് ഈ ഒരു ലെൻസ് വളരെ നല്ലതാണ്. മറ്റു പല ലെൻസ് കൊണ്ടും സാധിക്കാത്ത പല ഫോട്ടോസ് എല്ലാം എടുക്കാൻ ഈ ഒരു ലെൻസ് കൊണ്ട് സാധിക്കും. നിങ്ങൾ യൂട്യൂബ് വീഡിയോസ് എല്ലാം ചെയ്യുന്നുവെങ്കിൽ നിങ്ങളുടെ വീഡിയോ റെക്കോർഡിങ്ങിനും അധികം സ്പേസ് അല്ലെങ്കിൽ സൗകര്യമെല്ലാം ഇല്ലാത്തവർക്കും ഈ ലെൻസ് യൂസ് ചെയ്ത് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അതായത് നിങ്ങളുടെ വളരെ അടുത്ത് വച്ച് വീഡിയോസ് റെക്കോർഡ് ചെയ്യാം എന്നത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. ക്യാമറയിൽ ഷോർട്ട് ഗൺ മൈക്കെല്ലാം യൂസ് ചെയ്യുന്നവർക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിനും ഈ ഒരു ലെൻസ് വളരെ പ്രയോജനപ്രദമാണ്. കാരണം ഷോർട്ട് ഗൺ മൈക്കെല്ലാം ക്യാമറയുടെ അടുത്ത് വെച്ച് റെക്കോർഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല ക്ലാരിറ്റി എല്ലാം ലഭിക്കുക. ഇത്തരത്തിലുള്ള ഒരു ലെൻസാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് ക്യാമറ വളരെ അടുത്ത് തന്നെ വച്ച് റെക്കോർഡ് ചെയ്യാനെല്ലാം സാധിക്കും. അതുപോലെ 10-22mm ലെൻസിനേക്കാൾ ചെറുതും വെയിറ്റ് കുറവുമായ ഒരു ലെൻസാണ് ഇത്. ഇപ്പോൾ ഈ റെക്കോർഡ് ചെയ്യുന്ന ഈ ഒരു ഫൂട്ടേജ് ഇത് ഈ ഒരു ലെൻസ് യൂസ് ചെയ്ത് റെക്കോർഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇത് വൈഡ് ആംഗിൾ എല്ലാം ലഭിക്കണമെങ്കിൽ ഇതുപോലെ സൂം ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് ഇതിൽ നല്ല വൈഡ് ആംഗിൾ എല്ലാം ലഭിക്കും. ഇപ്പോൾ ഇത് ഇരിക്കുന്നത് 18mm. ഇനി നമുക്കിത് 10mm മാറ്റുമ്പോൾ എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഇത്രത്തോളം വൈഡായിട്ട് നമുക്ക് ഈ ഒരു ലെൻസിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇത് വളരെ വൈഡായി കിട്ടിയിട്ടുണ്ട്. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്